ഹലോ ഗായ്സ്, ഡ്രീം ട്രാവൽ 2.0 മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കുതിരനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് നമ്മളെ ഇക്കന്മാരെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ കുതിരനെ പറ്റിയിട്ടൊന്ന് അറിയാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ജസ്റ്റ് റൈഡ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ അവസ്ഥ എന്ന് അറിയില്ല. ഓക്കെ ഓട്ടെ, ചാപ്പയൊക്കെ നല്ല റൈഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്താണെങ്കിലും നമുക്ക് ഒന്ന് നോക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം, സെറ്റ് ആവുമെന്ന് അറിയില്ല. നിങ്ങൾ എന്തായാലും കണ്ടിട്ട് വരും, സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം മാക്സിമം. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. മെയിനായിട്ട് കമന്റ് ചെയ്യാൻ ശ്രമിക്കണം, അതിനനുസരിച്ചിട്ട് നമ്മളെ നീങ്ങുള്ളൂ. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു അല്ലേ? അതന്നെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലല്ലോ, എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പൊ ഗായ്സ്, അപ്പൊ ഇതാണ് നമ്മളെ അമ്പിയണ്ണന്റെ വീട്. സ്ഥലപ്പേര് എന്താ വെച്ചാൽ പെഴുങ്കര. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ കുതിരനെയും കെട്ടാനൊക്കെ കൊണ്ടുപോകണത്. അപ്പോൾ റൈഡ് എന്തായാലും ഉഷാറാവും. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. അപ്പോൾ ഇതാണ് അവിടെ ബാസി നിൽക്കുന്നുണ്ട്, റിജാപ്പ നിൽക്കുന്നുണ്ട്, മുസ്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മളിതാ പാലക്കാട്ടേക്ക് വന്നിട്ടാണ്, ഉഷാറാണ്. അപ്പോൾ നമ്മൾ ഇവനെ കൊണ്ടാട്ടോ പോണ്. ഇവനും പിന്നെ വേറെ ഒരുത്തനുണ്ട്, അവനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. ഇതാ അവനെ കൊണ്ടുവരുന്നുണ്ട്. ഇവർ രണ്ടുപേരെ വെച്ചിട്ടാണ് നമ്മൾ പോണത്. പിന്നെ വഴിയിൽ നിന്ന് ഒരാളുകൂടിയും കൂടാനുണ്ട്, ഒരു വൈറ്റ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഇനി അടുത്ത് നമ്മളിത് റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഇരിക്കാനുള്ള സെറ്റപ്പ് അവർ റെഡിയാക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇനി കെട്ടി ഉണ്ടാക്കിയിട്ട് വേണം. അപ്പോൾ അവരെ ഫുള്ള് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള കുതിരകളൊക്കെ റെഡി ആക്കിട്ടോ, സെറ്റാക്കി. ഇപ്പോൾ നമ്മൾ അവരെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാട്ടോ നമ്മളെ അമ്പിയണ്ണൻ വീഡിയോയിൽ ഇനി വരില്ല എന്ന് പറഞ്ഞത്. മൂപ്പർക്ക് വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട്, അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്കിനി പോവാം. അവരെ പുറത്തിറക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റൈഡ് ചെയ്ത് ഒന്ന് റോട്ടിൽ കൂടെ ഒന്ന് റൈഡ് ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ കുതിരനെ ഞങ്ങൾ ഫ്രണ്ടിൽ വിട്ടിട്ടുണ്ട്. ഞങ്ങൾ നമ്മളെ പടക്കുതിരയിൽ പോവാണ്. അപ്പോൾ ഓടിക്കാൻ പറ്റുമെന്നുള്ളതിൽ ഒരു ഇതുമില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാല് കുതിര കുറച്ചൊക്കെ ഇതാണ്. ശരി, ഒരു വണ്ടിക്കാരൻ കട്ടിയ ഓപ്പോസിറ്റ് റോങ് സൈഡ് കയറിയാണ്. അല്ലേ, ഓടിക്കാന്നുള്ളതിൽ ഒരു ഉറപ്പില്ല. എന്താ പറഞ്ഞാ ഉള്ളത് രണ്ടെണ്ണം നല്ല നല്ല ഉശീരുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഡൗട്ടാണ്. എന്തായാലും നമ്മൾക്ക് മാക്സിമം നമ്മൾ നോക്കി നോട്ടെ, ട്രൈ ചെയ്ത് നോക്കട്ടെ. പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ വീഡിയോ ഇതിലിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇടില്ല. അതാ കുതിര നമ്മളെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. മുസ്തു അതാ ബൈക്കിലും, നമ്മളെ കുതിരകൾ പോകുന്നുണ്ട്, നമ്മളെ പടക്കുതിര. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. എന്തായാലൊക്കെ ചിലപ്പോൾ ബ്ലൂപ്പർ കിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാല് കുതിരമ്മയാണ് നമ്മള് പോവാൻ പ്ലാനിങ് നോക്കിയാട്ടെ. എന്തായാലും നടക്കുമോ നോക്കട്ടെ, ഒരു ഉറപ്പില്ല. നമ്മളെ അമ്പിയണ്ണ ബുള്ളറ്റിൽ പോകണ്ട് പഠിപ്പിച്ചിട്ട്. ഫ്രണ്ടില് നമ്മളെ കുതിരകളും ഉണ്ട്, 2 കുതിരകൾ. നമുക്ക് എന്തായാലും ഒന്ന് സെറ്റാക്കാൻ പറ്റുമോ നോക്കട്ടെ, ഉഷാറാക്കാം നമുക്ക്. എന്തായാലും അടിപൊളി വ്ളോഗാണിത്. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മളിതാ ടൗണിലെത്തിയിട്ടുണ്ടോ, മേപ്പറമ്പ് ടൗണിലെത്തിയിട്ടുണ്ട്. കുതിരകൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കല്ലിയക്കാടാണ് പറയണത്, ഓടിക്കാനുള്ള നല്ല സ്പോട്ട് ഉണ്ട് എന്നാ പറയണത്. അപ്പൊ അവിടേക്ക് പോയൊക്കെയാണ് നമ്മള്. എന്തായാലും ഉഷാറാവും.
നമ്മളെ കുതിരവണ്ടി വരെ ഇതവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കുതിരവണ്ടി ഉണ്ട് ഒപ്പം. നമ്മൾ അമ്പിയണ്ണ ഇതാവില്ലേ. ഞാൻ മോനെ ഒരു രക്ഷയില്ലാട്ടോ. സൈഡ് കയറിക്കോ ബസ്. ഒരു രക്ഷയില്ലാട്ടോ. നമ്മളെ ചെക്കന്മാരായിട്ടത്, നമ്മളെ ചെക്കന്മാരെ കിട്ടുവാണ്. ഇത് പവർ തന്നെയാണ്. ഇത് നമ്മളെ അടുത്ത കുതിര വണ്ടി. അപ്പൊ നമ്മള് കുതിരവണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അഫ്സൽ ഇവിടെ തന്നെയല്ലേ സ്ഥലം? ഇവിടെ തന്നെ. അപ്പോ അഫ്സൽ ഖാൻ കുതിരയാണ് നമ്മള് കുതിരവണ്ടിയിൽ കയറിയിരിക്കണത്. അപ്പൊ എന്തായാലും ഉഷാറാവും. മാസിന്റെ കുതിരമ്മ വരുന്നു. ബാക്കില് നമ്മളെ ബാക്കി 2 കുതിരകളുണ്ട്. ഒരു രക്ഷയിലാട്ടെ, നല്ല വൈബാണ് ഇതിൽ ഇരിക്കുമ്പോ. പിന്നെ ഇതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ? വലിയ ചെലവൊന്നുമില്ല അല്ലേ? പല ആൾക്കാർ പല രീതിയിലാണ് പറയുന്നത്. വലിയ ചെലവാണ് എന്നൊക്കെ പറയില്ലേ? ആൾക്കാരെല്ലാവരും മടുക്കും. ഈ കുതിരനെ വളർത്താനുള്ള ഫീൽഡ് അല്ലേ? നമുക്കിത് മെയിനായിട്ട് ഫുഡിന്റെ ഇതൊക്കെ ഒരു 150 രൂപന്റെ ഉള്ളിലൊക്കെ നിൽക്കും. 150. അത് 150 എത്ര ദിവസം പോകും? ഒരു ദിവസത്തിന് ഒരു 150 രൂപ. ഒരു ദിവസം 150 രൂപ ഉള്ളിലേ വരും. ഏകദേശം അപ്പൊ നമുക്കൊരു കുതിരനെ മേടിക്കാൻ വെച്ചാൽ എത്ര റേറ്റ് വരും? നല്ലൊരു കുതിരനെ എടുക്കുമ്പോ? നല്ല കുതിരയൊക്കെ എടുക്കുമ്പോൾ ഒരു 1 രൂപന്റെ മേലെ പോകേണ്ടി വരും. 1 ലക്ഷം അല്ലേ? പിന്നെ കമ്മിയുള്ളതുണ്ട് അല്ലേ? കമ്മിയുള്ളതൊക്കെ 25 മുതലേക്കൊക്കെ കിട്ടാണ്ടല്ലേ? അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തത് ഉണ്ടാവില്ലേ? 25 രൂപയുടെ നല്ലതൊക്കെ കിട്ടും. നല്ലതൊക്കെ കിട്ടും. അപ്പൊ ഇത് രാവിലെ ഇടയ്ക്ക് ഡെയിലി അരമണിക്കൂർ രാവിലെ ഒന്ന് കെട്ടി നോട്ടിട്ടൊക്കെ വരും. അതതിന്റെ എക്സസൈസും കൂടിയാണ്. ലഞ്ചിങ് കൊടുക്കുള്ള മഴയല്ലേ? അപ്പൊ ലഞ്ചിങ്ങിന് അവിടെ ചളിയായ കാരണം ലഞ്ചിങ്ങിന് കൊടുക്കും. അപ്പൊ കൂടെ ഒരു അരമണിക്കൂർ മെല്ലൊന്ന് വാക്ക് ചെയ്താൽ അതിന് ആരോഗ്യം നല്ല പോലെ. ഒന്നും പറയാനായിട്ട് അടിപൊളിയാണ്. അപ്പൊ കുതിരപ്പുറത്ത് കയറി എന്താ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു രക്ഷയില്ലാട്ട് നമ്മളെ കുതിര, ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് നല്ല വൈബായിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ പോകുന്നത്, ഓടി പോകുന്നത്. ഒരു രക്ഷയില്ല. എന്തായാലും അടിപൊളിയാണ്. എല്ലാവരും നമ്മളെ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. വൈബ് ഉഷാറ്. എങ്ങനെയുണ്ട്? നൈസല്ലേ? കൊണ്ടായാലോ കൊടുക്കണം.
ഇതൊന്നും ആവശ്യമില്ല ഇതിന്. അത് കറക്റ്റ് മനസ്സിലാക്കി ചെയ്യും. ഇത് മൂപ്പൻ്റെ അല്ല, ഇത് നമ്മൾ മൂപ്പൻ്റെ ആയിരുന്നു ഞാൻ വാങ്ങിയത്. അപ്പോൾ കുതിര റൈഡിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണേലും ജസ്റ്റ് നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അപ്പൊ ഫ്രണ്ട്സ്, അടുത്തത് നമ്മള് കുതിര സവാരിയാണ്. അപ്പൊ എന്തായാലും മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക കേട്ടോ. എന്തായാലും അടിപൊളിയാവും. ബാസിയാണ് കേറിയിരിക്കണത്, എന്താവും അറിയില്ല പഠിച്ചോനെ. അപ്പൊ ഗൈസ്, അപ്പൊ ബാസി കുതിരപ്പുറത്ത് കേറിയിട്ടുണ്ട്. അവന്റെ എക്സ്പ്രഷനും അഭിപ്രായമൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ബാസി എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? സെറ്റല്ലേ? എങ്ങനെയുണ്ട്? ബാസി പോണപ്പോ ചെറിയായിരുന്നു. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. കുതിരിനെ നമുക്ക് പേടിക്കണം. ഇൻഷാ അല്ലാഹ് ഒക്കെ സെറ്റാവും. കമ്പനിയിലെ അടുത്തത് ആശിമ കയറാൻ പോകട്ടോ. സെറ്റ് എന്തോ ആശിമ സെറ്റാണ്. ഇരിക്കണൊക്കെ ഉണ്ട്. അതിൻ്റെ ആശിമ് ഓനെ ഒന്നിനെ വാങ്ങിയാലോ എന്നൊക്കെ പ്ലാനിങ് ഇപ്പം തന്നെ ചെയ്യൽ തുടങ്ങിയിരിക്കണു. സംഭവം സെറ്റാട്ടോ, അടിപൊളിയാണ്. വേറെ ലെവൽ. അതിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ എൻ്റെ മോനെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. സെറ്റാണ് സംഭവം. ഒരു കുതിരനെ വാങ്ങിയാലോ. നല്ല അടിപൊളി കേട്ടോ. അതിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് കയറുന്ന ടൈമിൽ ഒരു പേടിണ്ടായിരുന്നു. എന്താണ് ഇത് അമ്മാതിരി ഓട്ടം ഓടണേ. അവർ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത്രയും ഓട്ടം ഓടുന്നതിൻ്റെ ഇടയിൽ ഈ സാധനം മറ്റേ നമ്മൾ കയറിയിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പേടി ഉണ്ടാവുമല്ലോ. സംഭവം സെറ്റാണ്, അടിപൊളിയാണ്. അത് ആശിന്ന് സെറ്റായി ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് മൂപ്പരാണ്. നിങ്ങളുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കല് നിങ്ങൾ. എൻ്റെ പേര് അഫ്സൽ, പാലക്കാടാണ് സ്ഥലം. അപ്പോൾ നിങ്ങളിത് വെക്കണതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശം അതായത് വളർത്തുക മാത്രമാണോ അതോ നിങ്ങൾ എവിടെയെങ്കിലും കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കേണ്ടത്? ഇഷ്ടം കൊണ്ട് വെക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളിത് സേവ് ദ ഡേറ്റും കല്യാണ ഫംഗ്ഷനുകൾ പാർട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വെഡിങ്ങിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ സമീപിച്ച് തന്നെ ഒരു കുതിരയും അതേമാതിരി വണ്ടി ഫുള്ള് സെറ്റായിട്ട് തരാൻ തന്നെയാണ്. അതേമാതിരി മൂവികൾക്കൊക്കെ കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ റൈഡിങ് പഠിപ്പിച്ചു കൊടുക്കാന്നുള്ള അതൊക്കെ ഉണ്ട്. ഇവര് റൈഡിങ്ങും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഇതിന് കൂടെ. ഒപ്പം തന്നെ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ കുതിരയിൽ കയറാനും ഇങ്ങനെ റൈഡിങ് പഠിക്കാനും ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ ഞങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നതാണ്. ഞാനങ്ങനെ റൈഡിങ്ങിന് പോയിട്ടാണ് മൂപ്പൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കുതിരനെ കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള സാഹചര്യം നമുക്ക് ആർക്കും ഉണ്ടാകണില്ല. അപ്പോൾ എല്ലാവർക്കും സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമുക്കിതിലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് മൂപ്പര് ഇത് വളർത്തുന്നത്. എല്ലാവർക്കും നമുക്കിത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഒരു കുതിരയുടെ മുകളിൽ കയറി ഒന്ന് റൈഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് ഇത് കയ്യിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ അതിന് പുതിയതായിട്ടുള്ള ഒരു ഫണ്ട് റെഡിയാണ് അല്ലേ? അപ്പോൾ ഒക്കെ സെറ്റ് തന്നെ ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരങ്ങൾ ഒരുക്കി തന്നതിന് നിങ്ങൾക്ക് നന്ദി. എന്തായാലും താങ്ക്സ്. അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ പെട്രോളിൻ്റെ വില ദിനം പ്രതി കൂടി വരികയാണ്. അപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒന്നിനെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സുഖമാണ്.
പിന്നെ ചെലവുണ്ട്, എന്നാലും നമുക്ക് ഇങ്ങനത്തെ ഒന്നുണ്ടെങ്കിൽ ഒരു രസമാണ് വീട്ടിലുണ്ടെങ്കിൽ. ഇല്ല, ചെലവ് വലിയ ചെലവുകളൊന്നുമില്ല. എല്ലാവരും ചെലവ് കണ്ട് പേടിച്ചിരിക്കുകയാണ് ബാക്കിലേക്ക് മാറുന്നത്. കുതിരൻ്റെ എല്ലാവരും ബാക്കിൽ ചെലവ് കൂടുതലാണ്, മെയിൻ്റെനൻസ് കൂടുതലാണെന്നുള്ള കാര്യം. 1 ലിറ്റർ പെട്രോൾ വാങ്ങുന്നതിന് പകരം ഇതിന് തീറ്റ കൊടുത്താൽ മതി. അത്ര ഉള്ളത് ശരിയാണ്. 1 ലിറ്റർ പെട്രോളിന് പകരം ഇതിന് തീറ്റ കൊടുത്താൽ നമുക്ക് കുറേ ഓടാം. 100-120 റുപ്യ തന്നെ ചെലവ് വരുന്നുള്ളൂ ഒരു ദിവസം. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഓടിക്കാമല്ലോ ഇതിന്. പിന്നെ പേരെന്താ വരുന്നത്? ഇതിന്റെ പേര് സുറുമി എന്നാണ്. സുറുമി വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പേരും ഞങ്ങൾ പിന്നെ മാറ്റി, നല്ല പേരായിരുന്നു മാറ്റി. പറഞ്ഞാലൊക്കെ കേൾക്കും. പറഞ്ഞു, നല്ല ക്യാരക്ടറാണ്, എന്ത് പറഞ്ഞാലും ഒന്നും ചെയ്യുന്നില്ല. ഇല്ല, വണ്ടി കയറിയിരുന്നാൽ തന്നെ നമ്മുടെ സേഫ്റ്റിയാണ് മെയിൻ. ശ്രദ്ധിക്കും. കുട്ടികളടക്കം കയറ്റിയിട്ട് വിട്ട കുട്ടികൾ ഇങ്ങനെ പോയി വരും. ഒറ്റയ്ക്ക് കയറി കുട്ടികളെ മേലെ ഇരുത്തി കഴിഞ്ഞാൽ പോകില്ല. കാരണം കുട്ടികൾ സ്റ്റഡി അല്ല, വീഴൊന്ന് പേടിച്ചിട്ട് കുതിര അനങ്ങില്ല, അവിടെ തന്നെ നിൽക്കും. ബാക്കിലാണെങ്കിൽ കൊണ്ടുപോയി അതിന് വഴികളൊക്കെ അറിയാം, അപ്പോൾ പോയി വരും. അപ്പൊ എന്തായാലും നല്ല ട്രെയിനിങ് ഉള്ള ഒരു കുതിരയാണ്. ചെറുപ്പം മുതലേ ഇതിനെ വളർത്തിയാണ്. മറ്റേ 2 മാസം പ്രായത്തിൽ കൊടുന്നതാണ്. കൊടുന്ന് അവര് വീട്ടിന്റെ ഉള്ളിൽ തന്നെ കുപ്പിപ്പാലൊക്കെ ആയിട്ട് കൊടുത്തിട്ട് അതാണ് അടുക്കളയിൽ പോയി ചായ കുടിച്ചിട്ട് കുതിരയായിരുന്നു. ഇവന്റെ ഉണ്ടോ ശരിക്ക്? ഇത് ഇവൻ ചെറുപ്പം മുതലേ ഇവൻ വളർത്തിയൊരു കുതിരയാണ്. നല്ല മഴ ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നേരത്തെ ഫുള്ളാക്കാൻ പറ്റിയില്ല. എന്തായാലും മഴ പെയ്തപ്പോ ആകെ ഇപ്പൊ ഞാൻ കുതിരയുടെ വണ്ടിയിലാണ് ഇരിക്കണത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു സ്ഥലം കൂടി ഉണ്ട്, അവിടെ നിന്ന് പോയി നോക്കാച്ചിട്ടാണ്. അവിടെ നല്ല ക്ലൈമറ്റും ലൊക്കേഷനൊക്കെ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ അവിടെ പോയി നോക്കട്ടെ എന്തായാലും. അപ്പോൾ നമ്മൾ അഫ്സൽ ഖാൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ സുറുമിനെ പാർക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ എന്തായാലും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടത് നമ്മളെ അമ്പിയണ്ണൻ്റെ ഫാമാണ്. അവിടെ വീട്ടിലുള്ളത് 2 എണ്ണമാണ്. കുറേ എണ്ണം അവരെ ഫാമിൽ വേറെ സെപ്പറേറ്റ് ഉണ്ട്. അവിടെ ഒരുപാടുണ്ട്. അവർ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മളെ സുറുമിനെ പാർക്ക് ചെയ്യൽ. ഇതിൻ്റെ ഉള്ളിലാണ്. ഇവരിത് പോർട്ടബിൾ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അഥവാ അവിടുന്ന് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് വലിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇത് ഫുള്ള് മഴയൊന്നും കൊള്ളാത്ത ലെവലിലേക്ക് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ അഫ്സൽ ഖാൻ്റെ വീട്. ബാക്കിലുള്ളത് അഫ്സൽ ഖാൻ്റെ ഉപ്പയാണ്. അപ്പോൾ എന്താണെങ്കിലും നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാച്ചിട്ടാണ്. അപ്പോൾ ഇവരെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. നമ്മൾ ഈ കുതിരയോട്, അതായത് കുതിരനെ കൊണ്ട് ഓടിക്കാൻ, അതായത് അതിൽ കയറിയിരുന്ന് ഓടിക്കാൻ ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങളുണ്ടാവും. അത് നടത്തി കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഇവർ മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യണത്. അതാണ് ഇവരെ മെയിൻ പരിപാടി. ഇപ്പോൾ കുറേ പേർക്ക് ഇവിടെ ഇവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇതിനെ വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. റൈഡിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വരെ തന്നെ പ്രോപ്പർട്ടിയിലൊക്കെ പോയിട്ട് അവർ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ അതിൽ നമ്പർ കൊടുക്കാം, നിങ്ങളതിലൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ കുതിരനെ കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് വിട്ടിങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ഉദ്ദേശം കൂടി അവരതിലുണ്ട്. മാക്സിമം നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ അതായത് ഇവരുടെ അടുത്ത് ഇപ്പോൾ ഉള്ള നിലവിൽ കയ്യിലുള്ളത് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. അത് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ ബ്ലാക്കും വൈറ്റും ആവശ്യപ്പെടും. കുറച്ച് ആൾക്കാർക്ക് ബ്ലാക്കിനോട് താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് ബ്ലാക്ക് ചൂസ് ചെയ്ത് കൊണ്ടുപോകും. ചിലവർക്ക് വെള്ള തന്നെ വേണമെന്നുള്ളവരുണ്ട്, വെള്ളം കൊണ്ടുപോകും. ഇത് സേവ് ദ ഡേറ്റ്, മാരേജ് ഫംഗ്ഷൻ, അതിനൊക്കെയാണ് കൂടുതൽ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും ഞാൻ അതിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക്. ഇനി അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഒരു സംഭവം നല്ല നീറ്റായിട്ടുള്ള നല്ല രീതിയിൽ നോക്കുന്ന ഒരു കുതിര കേട്ടോ. നല്ല വൃത്തിയുണ്ട്, നല്ല അതേപോലെ സെറ്റാണ് സംഭവം. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളിനി വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴയത്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഞങ്ങളെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ മാസ്ക് ഒന്ന് ഇഷ്ടം മാറ്റിക്കോ. അപ്പോൾ എന്താണേലും ഓക്കെ കേട്ടോ. ഞങ്ങൾ പോട്ടെന്നാ, കുറേ പരിപാടികളുണ്ട്. ഓക്കെ, ബൈ.